ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പോകാൻ പോകുന്നത് കുടജാദ്രിയിലാണ് കേട്ടോ. അപ്പോൾ ജീപ്പൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം അവിടെ വെള്ളമൊന്നും അങ്ങനെ വിൽക്കുന്ന കടകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പം എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് തന്നെ പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോയേക്കുവാണ്. അപ്പോൾ അങ്ങോട്ട് 2 മണിക്കൂർ, ഇങ്ങോട്ടും 2 മണിക്കൂർ, അങ്ങനെ മൊത്തത്തിൽ നമ്മളെല്ലാം കൂടെ എടുക്കുവാണെങ്കിൽ 5 മണിക്കൂർ യാത്രയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ജീപ്പിൽ കയറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും മാസ്ക് ഒക്കെ വാങ്ങിക്കാൻ പറയാമായിരുന്നു. ഒരു കട നിർത്തിയായിരുന്നു. അവിടെ ഞങ്ങൾ മാസ്ക് ഒക്കെ വാങ്ങിച്ച്. സത്യം പറയാമല്ലോ, എനിക്ക് നല്ല ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഞാൻ പിന്നെ പുറത്ത് പറയാതിരിക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല പൊടിയായിരിക്കും അങ്ങോട്ടുള്ളത്. നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മൾ മാസ്ക് ഒക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. വെള്ളമൊക്കെ ഇച്ചിരി കുടിച്ചോ. വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. അവിടെ കിടന്ന് പറഞ്ഞു ഇറങ്ങി കഴിഞ്ഞത്. പേരെഴുതണം അതിനകത്ത്. ഇങ്ങോട്ട് റോഡില്ലോ. ഇവിടെ 8 പേര് ഒരാളുടെ മൊബൈൽ നമ്പർ, ഒരാളുടെ അഡ്രസ്. നമ്മുടെ ലോയിൻ്റെ അഡ്രസ് കൊടു. ഇത്ര 500 ഇവിടെ എത്തണോ? 560 അടയ്ക്കും. 560 ഇവിടെ K20 AB 96.4. ഇപ്പഴയുടെ പേര് ഒരാള് ദേവനാരായണൻ. ദേവൻ മതി. ആദിത്യൻ. അനന്തു. അങ്ങോട്ട് നോക്കുന്നത് ഹനഹ. രാഹുൽ എഴുതിയോ? ആണ്ടനി. ബാക്കി വന്നിട്ടുണ്ട്. ആണ് മൗനവൃത്തിലുണ്ട്. എന്തോ ഒരു മാസ്ക് ഇട്ടോ. എനിക്ക് മാസ്ക് ഇട്ടപ്പോഴാ എന്റെ ശ്വാസം മുട്ടല് മാറിയത്. എനിക്ക് ശ്വാസം മുട്ടൽ ഉണ്ടായിരുന്നടാ. മാസ്ക് ഇട്ടപ്പോഴാ മാറിയത്. നല്ല വെപ്രാളം ഉണ്ടായിരുന്നു. എനിക്ക് പേടിയായി. എല്ലാരും കെയർഫുൾ ആയിക്കോ. പിടിച്ചിരുന്നോ അവരെണ്ണ വെള്ളക്കുപ്പി ഇവിടെ എത്ര ഉണ്ടായിരുന്നു? 1 ടോട്ടൽ എത്ര മേടിച്ചായിരുന്നു? വെള്ളക്കുപ്പി ഇവിടെ എത്ര ഉണ്ട്? 1 2 എത്ര ഉണ്ടാ? 6 കുപ്പിക്ക് 500 ಡೆಪಾಸಿಟ್ കൊടുക്കല്. 500 ಡೆಪಾಸಿಟ್. വെള്ളക്കുപ്പി കളയാൻ പാടില്ല. തിരിച്ചു കൊണ്ടുവരെ. ആ തിരിച്ചിടുമ്പോൾ കാണിച്ചാൽ പൈസ തിരിച്ചിടും. 6 മണിക്ക് വിടത്തണം. 6 മണിക്ക് ഗേറ്റ് പാസ് ഒക്കെ ഇടേ. 500 കൊടുക്കും. വെള്ളക്കുപ്പി കളയരുത്. വെള്ളക്കുപ്പി കളയരുത്. ഈ കുപ്പി തിരിച്ചു കൊണ്ട് ഇതെന്താ പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നം കൊണ്ട് 60 ഉണ്ടോ? 60 ഉണ്ടോ? 560 ഒരു 40 ഉണ്ടായിരുന്നു. 60 എന്നൊക്കെ പറയുന്നു.
500 70 കൊടുത്താ ഉണ്ടോ എക്സ്ട്രാ 500 ഡെപ്പോസിറ്റ് ഇത് ഡെപ്പോസിറ്റ് അത് തിരിച്ചു തരും ഇത് ഇവിടുത്തെ ഡെപ്പോസിറ്റ് 500 ഡെപ്പോസിറ്റ് ആ ശരി കുപ്പി തിരിച്ചുകൊണ്ട് കൊടുത്താൽ 500 തിരിച്ചു തരും. അല്ല 500 രൂപ കൊടുത്താ എടാ അതല്ലാതെ ഒരു 500 കൊടുക്കണം. കുപ്പി കാരണം 6 പ്ലാസ്റ്റിക് ബോട്ടിൽ ഇവിടെ തിരിച്ചു കൊണ്ടുവരാണ് പൈസ തിരിച്ചു തരും. പിന്നെ തെരഞ്ഞെടുക്കേണ്ടി വരും ഉള്ള അവിടെ മൊത്തം ക്ലീൻ ചെയ്യേണ്ടി വരും. നമ്മള് വരുന്നത് ഉറപ്പ് എന്റെ പൊന്നച്ച നമുക്ക് കാരണം ഇത് എന്താ പ്ലാസ്റ്റിക് നിരോധന പ്ലാസ്റ്റിക് അതുകൊണ്ടാണ് തിരിച്ചു വരുമ്പോ അതിനകത്ത് ഇടണം തോന്നുന്നു പുള്ളി കൊണ്ടേ ഫ്രീക്കായി ഇങ്ങോട്ട് ഹെൽമെറ്റ് കിട്ടും നമുക്ക് എന്തിനാണ് 10 കളിക്ക് പോയി ഇല്ല വണ്ടി കുറെ വേണ്ടി റൈറ്റും കൂടെ അടിക്കാൻ കാശ് ഇന്നേക്കുന്ന വേണ്ടിയിട്ടാണ് മാസ്ക് കുടിച്ചിട്ടോ കുപ്പി ചാടി പോകണം ഇവിടുന്ന് ഇത് ബാക്കിലിട്ടേക്ക് ഫ്രണ്ടിൽ നല്ല ചാടി പോയി കഴിഞ്ഞു ഓക്കെ എടുക്കണോ? ആറ് മണിക്കൂറിൽ തിരിച്ചു വരണം അതപ്പോൾ അതനുസരിച്ച് നമുക്ക് നോക്കണം കേട്ടോ വണ്ടി ഒന്ന് എത്ര മണിക്ക് ഇവിടുന്ന് ഇത്ര വണ്ടി എത്ര മണിക്കൂർ ഇവിടെ എത്തുന്നു പോകണം അതനുസരിച്ച് നമുക്ക് അവിടെ നിന്നിട്ട് അതനുസരിച്ച് റോഡ് എവിടെ പെട്ടെന്ന് തിരിയുമ്പോൾ നമ്മുടെ കൈ ബാലൻസ് കൊടുത്ത് നമ്മുടെ കൈയുടെ എവിടെ എവിടെ അതിൻ്റെ ഇങ്ങോട്ട് വന്നപ്പോഴേ കാറിൻ്റെ റോഡില് വളഞ്ഞ് സ്പീഡിൽ ഇതിനകത്ത് ആ സ്പീഡിൽ പോകാൻ പറ്റത്തില്ല ആ സ്പീഡിൽ പോകാൻ പറ്റുന്നത് ഇത് കുടിക്കാൻ നല്ല കുലുക്കം ഉണ്ടാവും ഇങ്ങോട്ട് പോകുന്നത് വെച്ചാൽ പോലും കയറത്തില്ല അത് ഇവിടുന്ന് പൊടി പൊടി വരുന്ന കണ്ണിന് പൊടി കണ്ണടച്ച് പിടിച്ചോ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് മാസ്കിൻ്റെ ആവശ്യകത ഇവിടെ വന്നതെന്ന് മനസ്സിലാവുന്നത്. കാരണം എന്ന് വെച്ചാൽ ഫുള്ള് പൊടിയാണ്, ദേഹം ഫുള്ള് പൊടിയായിരുന്നു. ദാണ്ട് ഇവിടെ മാസ്ക് ഇല്ലാതിരിക്കുന്നുണ്ട് കേട്ടോ, പിന്നെ മാസ്ക് വെക്കുന്നുണ്ട് കേട്ടോ, അതെല്ലാവർക്കും പിന്നെ കാണാൻ കഴിയും. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ ആ ഡ്രൈവർ ചേട്ടൻ എല്ലാവരും മാസ്കും എന്താ പറയുക കണ്ണാടിയും നേരത്തെ പറഞ്ഞാൽ കണ്ണാടിയും കൂടി എടുത്തുകൊണ്ട് വരാമെന്ന് എനിക്ക് തോന്നിപ്പോയായിരുന്നു.
എന്ത് പറഞ്ഞാൽ ഫുള്ള് കുണ്ടും കുഴിയും. മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ കുലുക്കമാണ് കേട്ടോ. അവിടം വരെ ഇങ്ങനെ കുലുങ്ങിയാണ് പോയത്. ഫുള്ള് കട്ടറും കുഴിയായിരുന്നു. റോഡൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്, നമ്മളിപ്പോൾ ഒരു മലയിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥലം ഓൾറെഡി അങ്ങനെയാണ്, ഹൈ റേഞ്ച് പോലെ. അപ്പം ചില ഭാഗങ്ങൾ എത്തുമ്പോഴത്തേക്കും അപ്പുറത്ത് കൊക്കയാണ്. ചിലതെന്ന് പറയുന്നത് എന്താണ്, അപ്പുറത്തും ഇപ്പുറത്തും സ്പേസ് ഉണ്ട്. എന്നുവെച്ചാൽ ഒരു വണ്ടിക്ക് പോകാനുള്ള സ്പേസേ ഉള്ളൂ. പിന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ആ ഒരു സമയമൊക്കെ അറിഞ്ഞിട്ടായിരിക്കും ഒരു ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് എന്താ പറയുന്നത്, വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ ഒരു പേടിയാവും. അങ്ങനൊരു ഇതാണ്. ഇവിടെ കുറേ മലകളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. നല്ലൊരു ഡ്രൈവറായിരുന്നു കേട്ടോ ആ ഒരു പുള്ളിക്കാരൻ. എന്ന് വെച്ചാൽ ഓരോ സ്ഥലങ്ങളിൽ നിർത്തി കാണിക്കുമായിരുന്നു. ഇപ്പോൾ ഓരോ സ്ഥലങ്ങളെപ്പറ്റി പറഞ്ഞു തരുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം കേട്ടോ.